എനിക്കിത് ഡൈജസ്റ്റായി. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രാം ചരൺ എന്ന ആക്ടറുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗും എല്ലാം അതിനകത്ത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആക്ഷൻ, അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസുകളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. നമ്മുടെ അന്യനിലെ അണ്ടങ്കാക്ക കൊണ്ടക്കാരി എന്നുള്ള പാട്ട് പോലെ ഏതാണ്ട് അതുമായിട്ട് സിമിലറായിട്ടുള്ള ഇതിനകത്തുള്ള എല്ലാ പാട്ടുകളും ആ രീതിയിൽ തന്നെ ഹെവി ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സോങ് അതെടുത്ത് വെച്ചിരിക്കുന്ന ഒരു രീതി, അതിനകത്ത് VFX ഉണ്ടാവാം, CGയുടെ വർക്കെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ആ CGയും ഒറിജിനലായിട്ടുള്ള അവർ ചെയ്തിരിക്കുന്ന ആ ഡാൻസ് ഇതെല്ലാം കൂടെ ഉള്ളൊരു ഇൻ്റഗ്രേഷനുണ്ട്. ശരിക്കും ഒരു ടോപ്സി ടെർവി ലാൻഡ് പോലൊരു സംഭവം അവർ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴിക്കകത്തൊരു സെറ്റ് ഇട്ടിരിക്കുന്ന കണക്ക് നമുക്ക് തോന്നും. അത്ര ഗംഭീരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ, അതായത് മേക്കിങ്ങിൽ നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ അനീതിയെ എതിർക്കുന്നതായിരുന്നാലും ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരുന്നാലും ഇതും, പിന്നെ ആക്ഷൻ്റെ ഒരു സ്റ്റൈല്, ശങ്കർ സിനിമയുടെ ഒരു സ്റ്റൈൽ, ഇതൊക്കെ തന്നെയാണ് ഒരു ശങ്കർ സിനിമ. ഇതിനപ്പുറത്തേക്ക് ലോജിക്കും കാര്യങ്ങളൊന്നും ശങ്കർ സിനിമയിൽ പണ്ടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.